തംബ്നെയിലിൽ കണ്ട പോലെ ഹോം മെയ്ഡ് ഗ്ലൂ സ്റ്റിക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതിന് നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഗ്ലൂവിൻ്റെ പീസ് വേണം. ഇത് സ്ഥിരമായിട്ട് കണ്ണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കുത്തി വെക്കുന്ന സ്ഥലത്തുണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഉരുകി വലിച്ച കുറച്ച് പീസുകൾ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റോ ജ്വല്ലറീസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടാന്ന് തോന്നുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കണം. നമുക്ക് വേഗം മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇതിൻ്റെ ക്രാഫ്റ്റും അതുപോലെ ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റിക്ക് തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒരു പഴയ പാത്രം നോക്കി എടുക്കുക. അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത നമ്മൾ പെയിൻറ്റ് അടിച്ച അതിലുള്ള പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് മെൽറ്റ് ചെയ്ത സമയത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഗോൾഡൻ കളർ സ്റ്റിക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഓയിൽ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാൾ പേപ്പറിൻ്റെ ഒക്കെ ബാക്കിൽ കാണുന്ന ഷീറ്റ് ഉണ്ടാവില്ലേ, അതെടുക്കുക. അതിലേക്ക് ഇതുപോലെ നീളത്തിൽ അങ്ങോട്ട് ഒഴിക്കുക. നിങ്ങൾ ഗണ്ണ് ചെറിയ ഗണ്ണാണെങ്കിൽ അധികം തിക്കാക്കിയിട്ട് ഒഴിക്കേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ഗണ്ണാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താക്കാം, ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ജ്വല്ലറീസോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് കഴിയുമ്പം അത് നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് പിന്നെയും മെൽറ്റ് ചെയ്തിട്ട് അടുത്ത ക്രാഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അല്ലാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ച ഐറ്റംസൊക്കെ ഞാൻ എന്താക്കി കളയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്തപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു സ്റ്റിക്കിനുള്ളതും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പേപ്പറിലേക്ക് നമ്മൾ നീളത്തിൽ ഒഴിച്ചതിന് ശേഷം പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുൻപ് നമ്മളൊരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗ്ലൂ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ ഭയങ്കര ഇടങ്ങേറായിരിക്കും. കാരണം മേലത്തെ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ അടിയൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ മേലത്തെ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആവില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെ റോൾ ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെറിയ സ്റ്റിക്കാണ് വേണ്ടതെങ്കിൽ നല്ല അമർത്തിയായിട്ട് ഉണങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. നല്ല അമർത്തിയായിട്ട് ഇതുപോലെ അമർത്തി പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ കയ്യിലിട്ട് പിരിച്ചു കൊടുത്താൽ മതി. വേഗം തന്നെ ഉണങ്ങി കിട്ടും. മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. മെഴുകു പോലെ അങ്ങോട്ട് മെൽറ്റായി കിട്ടില്ല പെട്ടെന്ന്. പക്ഷേ നമ്മുടെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ചൂട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ പേപ്പർ മേലത്തെ ആ ഷീറ്റും എല്ലാം നമുക്ക് ഇങ്ങോട്ട് പറിച്ച് കളഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്റ്റിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഗോൾഡൻ സ്റ്റിക്ക് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഗണ്ണിലിട്ട് വർക്ക് ചെയ്ത് നോക്കുമ്പം ഗോൾഡൻ കളർ ഗ്ലൂ അല്ല വരുന്നത്, വൈറ്റ് നമ്മുടെ സാധാ ഗ്ലൂ തന്നെയാണ്. ഗ്ലൂ ക്ലിയർ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. സാധാ നമ്മുടെ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് കളർ ഇതിൽ കുറഞ്ഞു പോയതും കൊണ്ടാണ്, സ്റ്റിക്കായി നിൽക്കുന്നതും കൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ തോന്നുന്നത്. കാരണം അതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ നമ്മൾ ചില ക്രാഫ്റ്റ് ചെയ്ത് അതിൽ നമ്മൾ അടിച്ച പെയിൻറ്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. കൊണ്ട് എനിക്ക് ഇത് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും വേണ്ടിയില്ല ഒരു കളർ സ്റ്റിക്കും കൂടെ ഉണ്ടാക്കണം എന്നുള്ളത്. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യും. അതിൽ ചെറിയ അബദ്ധം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ ക്ലിയർ ആക്കിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ പറിച്ചെടുത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റിക്ക് തന്നെ പരീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടുത്ത് വേറെ ഗ്ലൂവിൻ്റെ വേസ്റ്റ് പീസൊന്നും ഇല്ല, ഇനി ആയിട്ട് വേണം. അപ്പോൾ അതുവരെ കാത്തുക്കുള്ള ക്ഷമ നമുക്കില്ല. അതുകൊണ്ട് ഈ ഒരു പീസ് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് കളർ കൂട്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുപോലെ നമ്മൾ ആദ്യം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല കളറായി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഈ ഒരു കളർ സ്റ്റിക്ക് വെച്ചിട്ട്. പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പെയിൻറ്റ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ആ കുപ്പിയിൽ ഇത്തിരി വെള്ളം കൂടെ കുലുക്കി വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെയിൻറ്റ് കൂടിയും കൊണ്ടാണോ ഇനി വെള്ളം കൂടിയും കൊണ്ടാണോ എന്നറിയില്ല. ശരിക്കും ഇതിൽ ഫാബ്രിക് പെയിൻ്റ് ആണ് മിക്സ് ചെയ്യുക. മെൽറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ ആയിരുന്നു കിട്ടുക. ശരിക്കും നമ്മുടെ സ്റ്റിക്ക് മെൽറ്റ് ചെയ്തതിനെ ഇതുപോലെയല്ല കിട്ടുക. ഇതെന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നിയിരിക്കണ പണി പാളിയിക്കണെന്ന്. അങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു സ്റ്റിക്ക് വേസ്റ്റായി പോയി. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിക്ക് തന്നെ കഴിയുമ്പോൾ തന്നെ നമ്മൾ പരീക്ഷണം നടത്തിയത്. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ പെയിൻറ്റ് അടിച്ചതാ സ്റ്റിക്കുമൊന്നും ഇങ്ങോട്ട് വിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, പേപ്പറിൽ പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് ഉണങ്ങുന്നതിൻ്റെ മുൻപ് സെറ്റ് ചെയ്യേ വേണം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പേപ്പറിലേക്ക് ആക്കി റോൾ ചെയ്യാൻ നോക്കിയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കയ്യിലിട്ടൊന്ന് റോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊന്നും സെറ്റായില്ല. കയ്യിലിട്ടിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് പറഞ്ഞ് പോരുകയാണ് കേട്ടോ. എന്തായാലും ഇപ്പം ഇനി വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വേസ്റ്റ് ഗ്ലൂ ഒന്നുമില്ല. ഇനി അപ്പോൾ ആയിട്ട് വേണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിലങ്ങോട്ട് ഒഴിവാക്കാം. അല്ലെങ്കിൽ പെയിൻറ്റ് കുറച്ചിട്ടൊന്ന് ചെയ്ത് നോക്കായിരുന്നു. പക്ഷേ ഇനി എന്തായാലും നടക്കൂല. കാരണം ഇത് കണ്ടോ, നമ്മുടെ ക്ലേ പോലെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും സെറ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല. വെള്ളം കൂടി പോയതാണോ, ഇനി വെള്ളം ഒഴിച്ചതാണോ, അതോ പെയിൻറ്റ് കൂടി പോയതും കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പെയിൻറ്റ് ആക്കിയിട്ട് ചെയ്താൽ മതി. വെള്ളം തീരെ കൂട്ടുക വേണ്ട കേട്ടോ, കുറച്ച് പെയിൻറ്റ് ആക്കിയാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.